சரியா நீரோடிக்கு பெருமை சேர்த்துட்டாம்ல. 20 வருஷத்துக்கு முன்னாடி இவன் அப்ப விட்டு இவன் பிடிச்சிட்டாம்ல. ஆதிச்சிட்டமாப்ல. நீ தான்ல நம்ம கடல்ராசா. விசேஷமா சாவுச்சாடா. சொக்கும்படி சிரிச்சடி சோனா பாரியா. നീ എവിടെ നോക്കിയാണ് നടക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ണില്ലേ? എൻ്റെ പുതിയ ഡ്രസ്സും അഴുക്കാക്കി. എന്തൊരു നാറ്റേത്! ഇവരെ പോലെയുള്ളവന്മാരൊക്കെ സംസ്ഥാനത്തെ പ്രളയവും ഉരുൾപൊട്ടലും കനത്ത മഴയിലും പൊറുതിമുട്ടി കേരളം. വിവിധ ജില്ലകളിലായി ഇന്നലെയും ഇന്നുമായി 90 ജീവനുകൾ പൊലിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം വരെ രംഗത്തിറങ്ങിയിട്ടും പതിനായിരങ്ങൾ ഇപ്പോഴും സഹായഹസ്തം തേടി വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു. വലിയൊരു ദുരന്തത്തിൽ കൈത്താങ്ങായി നിന്നവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. അതെ, കടലിൻ്റെ മക്കളെ. നല്ല രസമുണ്ടല്ലേ കടലും
വെള്ളവും. വേറൊരു കാര്യം, നീ എന്തിനാ കുഞ്ഞെ പെർഫോമൻസ് കരഞ്ഞിട്ട് പ്രീത ഇരുന്ന് കരയായിരുന്നു? എന്ത് പറ്റിയടാ ലാസ്റ്റത്തെ സംഭവം? അല്ല, അത് ലാസ്റ്റിൽ എന്താന്ന് പറഞ്ഞാ വെള്ളത്തില് ഉണ്ണിയേട്ടൻ മരിച്ചു. മനസ്സിലായി, അത് മനസ്സിലായി, നമുക്ക് മനസ്സിലായി. അതിന്റെ ഒരു ഫീലിംഗില് അങ്ങനെ ഇരുന്ന് കരഞ്ഞപ്പോ അതങ്ങനെ ക്യാരക്ടർ കയറിയതാണ് അവൾക്ക്. അങ്ങനെ ഇരുന്ന് കരഞ്ഞു പോയി. കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അല്ല, പക്ഷെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, അത് അവള് കരഞ്ഞതിനെ നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. കാര്യം ഒന്ന്, ആ പെർഫോമൻസിലോട്ട് അവൾ അത്രയും ഇൻവോൾവ് ആയിരുന്നു. രണ്ട്, അവർ കൈകാര്യം ചെയ്ത ആ മാറ്റർ, ആ വിഷയം, അവരായിരുന്ന കഥാപാത്രങ്ങൾ വളരെ സഗൗരവം കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതിന് വളരെ ഡെപ്ത് ഉള്ള മാറ്ററുമായിരുന്നു. കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ച ഒരു വിഷയം തന്നെയായിരുന്നു ഇവരെ ഈ ഡാൻസിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രീത അതിലെ ഒരു ഫാമിലിക്കകത്ത് വരുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിൽ ഇൻവോൾവ് ആയി കരഞ്ഞത്. എന്നാൽ ഇതുപോലത്തെ 100 കണക്കിന് 1000 കണക്കിന് ആളുകളുടെ കഥയാണ് നമ്മൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ വർഷം പുറത്തു വന്നത്. എന്തായിരുന്നു അത്? ശരിക്കും ഫ്രം റിയൽ ലൈഫ് തന്നെയാണ്. കേരളം, നീതെടുക്കാം ജീവിത വിസ്മയം.